പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലത്തിന്റെ 7 ആഴ്ചകളിൽ 7ാമത്തെ ആഴ്ചയിൽ അവസാനത്തെ ദിവസമാണിന്ന്. ഉയർപ്പുകാലത്തിന്റെ 7ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ദിവസം. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ചിന്തിച്ചു പോകുന്നത്. പ്രാർത്ഥനയോടെ ഇരുന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്കും ഈ ആഴ്ചയിലെ ദിവസങ്ങൾ സഹായിച്ചു എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് നാളെ പന്തക്കുസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാനും ആത്മാവ് വഴി കൂടുതൽ ശക്തിപ്പെടാനും സാധിക്കട്ടെ. ഇന്നും സുവിശേഷത്തിൽ ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് തന്നെയാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 13 വരെ വാക്യങ്ങൾ. ഒരാൾ മറ്റൊരു സ്നേഹിതന്റെ അടുത്ത് അർദ്ധരാത്രിയിൽ ചെന്ന് 3 അപ്പം കടം ചോദിക്കുന്നതും അയാൾ സ്നേഹിതനാണെന്നതിന്റെ പേരിൽ കൊടുക്കുന്നില്ല, പക്ഷെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് വേണ്ടത് നൽകുന്നതിനെ കുറിച്ച് സുവിശേഷം പറയുന്നു. ആ നിർബന്ധം പ്രാർത്ഥനയാണ് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ ശക്തിയുണ്ടെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിച്ച ഒരു തിരുവചനം കൂടിയാണിത്. കഥ നമുക്ക് മനസ്സിലായി. ഇതിനോടകം 3 അപ്പം ഒരാൾ തന്റെ സ്നേഹിതന്റെ അടുത്ത് ചെന്ന് രാത്രിയിൽ വായ്പ ചോദിക്കുന്നു. തിരുവചനം പറയുന്നു, അയാൾ സ്നേഹിതനാണ് എന്ന ബലത്തിലാണ് ചോദിക്കാൻ ഈ മനുഷ്യൻ ചെന്നത്. പക്ഷെ ആ പ്രതീക്ഷ നടന്നില്ല. അതിന്റെ പേരിൽ ഒന്നും സംഭവിച്ചില്ല. ഏറ്റവും വലിയ സ്നേഹബന്ധം പോലും ചിലപ്പോൾ നമ്മെ സഹായിക്കാൻ പറ്റില്ല. ഭൂമിയുടെ കാഴ്ചപ്പാടിലുള്ള ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹബന്ധങ്ങൾ പോലും പലപ്പോഴും പരിമിതമായ തലത്തിൽ നിന്നു പോകുന്നു എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ചെയ്യാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ നിർബന്ധിക്കുന്ന ഒരു കാര്യമായി പ്രാർത്ഥന മാറുകയാണ്. ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ ഉയർത്തിവിടുന്ന പ്രാർത്ഥനകൾ, അത് കേൾക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. കേട്ടിട്ട് ചോദിച്ചത് തരാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. പ്രാർത്ഥനയ്ക്ക് അത്ര വലിയ ഒരു ശക്തിയുണ്ട്. സഭയുടെ യാമപ്രാർത്ഥനയിൽ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥന സ്വർഗത്തിൻ വാതിൽ തുറന്ന് അകം എത്തിടും. സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറാൻ പര്യാപ്തമാണ് പ്രാർത്ഥന. ഭൂമിയിൽ ഏറ്റവും അടുപ്പമുള്ളത് ആ സ്നേഹബന്ധം കൂട്ട് പരാജയപ്പെടുന്നിടത്ത്, മാനുഷിക ബന്ധങ്ങൾ നിസ്സഹായമാകുന്നിടത്ത് പ്രാർത്ഥന വഴി ദൈവവുമായി ഉണ്ടാക്കുന്ന ബന്ധം കൂടുതൽ ഫലവും ഉപകാരവും പ്രയോജനവും നമുക്ക് തരുന്നു. പ്രാർത്ഥനയുടെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. എന്തും തരാൻ കഴിവുള്ള, ഏത് അർദ്ധരാത്രിയിലും നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന സുഹൃത്തായ ദൈവവുമായി എനിക്ക് ആഴമുള്ള ബന്ധമുണ്ടോ? ഒരു സ്നേഹിതൻ കിടന്നുറങ്ങുന്ന അർദ്ധരാത്രിയിൽ ചെന്നു എന്നാണ് പറയുന്നത്. ഒട്ടും ഉചിതമല്ലാത്ത ഒരു സമയം എന്നാണ് അർദ്ധരാത്രി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഏറ്റവും നിസ്സഹായമായ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത, നടക്കുമെന്ന് ഒരു തരി പോലും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത അവസരത്തിൽ പോലും ദൈവമെന്ന സ്നേഹിതന്റെ അടുത്ത് നമുക്ക് ആവശ്യമുള്ള അപ്പം, ഒരുപക്ഷെ അത് അവനവന് വേണ്ടി പോലും ആകണമെന്നില്ല. ഈ ആൾ വന്നത് അയാളുടെ അടുത്ത് വന്ന ഒരു കൂട്ടുകാരന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി പോലും ഒരു മാധ്യസ്ഥം പറഞ്ഞ് ദൈവത്തിന്റെ അടുത്ത് ചെന്നാൽ പോലും, അത് ഏത് അസമയത്തും ഏത് അനവസരത്തിലും ചെന്നാലും കേൾക്കാൻ തയ്യാറുള്ള, ചെവിയുള്ള, അതിന് മനസ്സുള്ള, അത് സാധിച്ചു തരാൻ കഴിവുള്ള, സന്മനസ്സുള്ള ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തക്ക ആഴമുള്ള ഒരു ഹൃദയബന്ധം ദൈവത്തോട് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ആത്മശോധന ചെയ്യാനാണ് ഇപ്പോൾ ഈശോ നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് അങ്ങയോടുള്ള ഹൃദയബന്ധം എത്രമാത്രം ഉണ്ടെന്ന് ആഴത്തിൽ പരിശോധിക്കാൻ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. ഒരു അർദ്ധരാത്രിയുടെ അനവസരം പോലെ എപ്പോൾ വേണമെങ്കിലും വന്ന് അടുപ്പത്തോടെ അങ്ങയോട് സംസാരിക്കാനുള്ള ഒരു ബന്ധം ഞങ്ങൾ അങ്ങയോട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങയുടെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടോ? എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങളുടെ ദൈവമെന്ന് ആ വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴപ്പെട്ടിട്ടുണ്ടോ? മാനുഷിക ബന്ധങ്ങളും മാനുഷിക പരിചയങ്ങളും ഒക്കെ പരാജയപ്പെടുന്നിടത്തും ദൈവത്തിന് സഹായിക്കാൻ സാധിക്കുമെന്ന വലിയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ. അങ്ങനെ അങ്ങയിൽ കൂടുതലായി ആശ്രയിക്കുവാൻ, ലോക സൃഷ്ടികളെക്കാൾ അങ്ങയിൽ ആശ്രയിക്കുവാനും അങ്ങയോട് എപ്പോഴും അടുത്ത ഹൃദയബന്ധം പ്രാർത്ഥന വഴി പുലർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.